അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഭരണത്തിൽ തുടരുന്നതിൽ ആഭ്യന്തര ഭീഷണിയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു നേതാവെന്ന നിലയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. രാജ്യത്തിനുള്ളിൽ നിന്നുള്ള സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനക്ഷമതയും ബാധിക്കും. നെതന്യാഹുവിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉള്ള കഴിവിൽ ജനങ്ങളുടെ വിശ്വാസം ഈ ഹമാസ് യുദ്ധത്തിന് മുമ്പ് തന്നെ വലിയ തോതിൽ കുറഞ്ഞിരുന്നു. അധികം വൈകാതെ രാജ്യത്ത് നെതന്യാഹുവിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടായിരിക്കും ഈ പ്രകടനങ്ങൾ. പുതിയ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള ആവശ്യവും ഈ പ്രകടനങ്ങളിൽ ഉണ്ടായേക്കാം. ഇപ്പോഴുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഗവൺമെൻറ്റാണ് ഇസ്രയേൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് കുറെ കൂടെ മിതത്വമുള്ള ഗവൺമെൻറ്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം പലപ്പോഴും ഇസ്രയേൽ ഭരണത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പല ഘട്ടങ്ങളിലും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ജനുവരിയിൽ വാൾ ക്യാബിനറ്റ് മിനിസ്റ്റർ ഗേദി ഐസൻകോട്ട് തന്നെ ഇസ്രയേലിൽ പൊതു തെരഞ്ഞെടുപ്പ് വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. ജനങ്ങൾക്ക് ഗവൺമെൻറ്റിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. നെതന്യാഹുവിൻ്റെ ലീഡർഷിപ്പിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. നെതന്യാഹുവിൻ്റെ യുദ്ധ പദ്ധതികളോടുള്ള അതൃപ്തിയും ഇസ്രയേൽ സഖ്യ സർക്കാരിനുള്ളിലെ വിള്ളലുകളുടെയും ഒക്കെ ഒരു ലക്ഷണമായിരുന്നു ഗേദി ഐസൻകോട്ടിൻ്റെ ഈ പരാമർശങ്ങൾ. 1.5 ദശലക്ഷം പാലസ്തീനികൾ അഭയം പ്രാപിക്കുന്ന ഗസയുടെ തെക്കൻ നഗരമായ റഫേൽ സൈനിക ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്നാണ് നെതന്യാഹു ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ആക്രമണം ഉടൻ ഉണ്ടാകില്ലെന്നാണ് പല ഇസ്രയേൽ ഉദ്യോഗസ്ഥരും പറയുന്നത്. അടുത്ത കാലത്തായി അഭിമുഖങ്ങളിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമാക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നെതന്യാഹുവും. റഫേൽ ഇസ്രയേൽ സൈന്യം പ്രവേശിച്ചാൽ അത് റെഡ് ലൈൻ ക്രോസ് ചെയ്തതായി കണക്കാക്കുമെന്ന് ബൈഡൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഒരു വശത്ത് ബൈഡന് സാധിക്കുന്നതൊക്കെ ചെയ്യുവാൻ അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട്. താൽക്കാലിക തുറമുഖവും കടൽപ്പാലവും എയർ ഡ്രോപ്പ് വഴിയുമൊക്കെ ഗസയിൽ ആഹാരം എത്തിക്കുകയാണ് അമേരിക്ക. ഇതിനോടകം US സൈന്യം വടക്കൻ ഗസയിൽ 27,600 ഭക്ഷണപ്പൊതികളും 26,000-ഓളം വാട്ടർ ബോട്ടിലുകളും ഇതിനോടകം എയർ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ ഒരു താൽക്കാലിക വെടിനിർത്തലിനെങ്കിലും സാധ്യതയുണ്ടോയെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.